ഇന്നെന്താ ചക്കു സ്പെഷ്യൽ എന്തോ ശരിയാക്കാൻ പോകാനുള്ള പരിപാടിയാണ്. ഇന്ന് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറേ ദിവസം കൊണ്ട് വ്രതം പിടിച്ചിട്ട് ഫുഡൊക്കെ ഫുഡ് ഞങ്ങളങ്ങനെ കഴിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പരിപാടികളോ. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പം വ്രതം ഏകദേശം തീരാനുള്ള സമയമായി. ഇന്നൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാന്നുള്ള പരിപാടിയിൽ. അല്ല, ഇന്ന് ഞാൻ രാവിലെ അധികമായിട്ടുള്ള ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ ചായ കുടിച്ചു, പിന്നെ അതിനിടയിൽ ഒരു പത്തിരി തിന്നു, പിന്നെ എന്താ ഒരു പൊറോട്ട കഴിച്ചില്ലേ. അത്രയും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുള്ളൂ. ഗോതമ്പ് പൊറോട്ട കഴിച്ചു. അപ്പോൾ ഇനി എനിക്ക് എന്തെങ്കിലും വൈകിട്ടത്തേക്ക് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ എന്ത് ചെയ്യാം, വെജിറ്റബിൾ ബിരിയാണി. അപ്പോൾ ഞാൻ വിളക്കൊക്കെ കത്തിച്ചു. കാരണം നമുക്ക് മേലൊന്ന് കഴുകണം. അപ്പോൾ രാവിലെ കുളിച്ചതാണ്, എന്നാലും ഞാൻ എന്ത് ചെയ്തു, വിളക്ക് കത്തിച്ച് ഇനി മേല് കഴുകണം. അപ്പോൾ ഇത് അരിഞ്ഞ് വെച്ചിട്ട് വേണം എനിക്ക് മേല് കഴുകാൻ എന്ത് ചെയ്യും പോകാൻ. പിന്നെ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് അരിയാൻ പറ്റില്ല. അതുകൊണ്ട് പകുതി പ്രിപ്പറേഷനൊക്കെ നടത്തിയിട്ട് വേണം മേലെന്ത് ചെയ്യാൻ, കഴുകിയിട്ട് പൂജാ റൂമിൽ ഒന്നുകൂടെ കയറണം. എന്ത് ചെയ്ത് ഞാൻ ഇത് അരിയോ എന്ത് ചെയ്യാ, ക്യാരറ്റ് നെയ്യ് വാങ്ങിച്ചായിരുന്നു കാരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇതൊന്ന് അരിഞ്ഞ് വെച്ചിട്ട് ഇനിയിപ്പോൾ നാളെ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ വീഡിയോയിൽ കാണാം. ഇപ്പം ഞാനതിന് പറഞ്ഞിട്ട് അതിൻ്റെ സർപ്രൈസ് എന്ത് ചെയ്യുന്നില്ല, സർപ്രൈസ് കളയുന്നില്ല. അതുകൊണ്ട് വരും ദിവസം നമുക്ക് കാണാം. ഈശ്വരനെല്ലാതെ നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. സർപ്രൈസ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ സർപ്രൈസുമാണ്. കാരണം കുറച്ച് കാര്യങ്ങളിലൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഹാപ്പി ആയിട്ടുണ്ട്. എന്നാലും ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ എനിക്ക് നടക്കാനുണ്ട്. അപ്പോൾ അതുവരെ ഞാനിങ്ങനെ എന്ത് ചെയ്യുന്നു, ശാന്തി എടുത്ത് പോകണം. ഈശ്വരനെ വിളിക്കുന്നതിനെല്ലാം കുറേ പരിഹാരം തരുന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങളും കൂടെ ഈശ്വരൻ നടത്തി തരട്ടെ. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാനിങ്ങനെ ഈ തിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയുള്ള വീടുകളിൽ താമസിക്കുന്ന സമയത്ത് നമ്മളെല്ലാ ദിവസവും ക്ലീൻ ചെയ്യണം ഇവിടെ. ഇതിപ്പോൾ 2-3 പ്രാവശ്യം ഇപ്പോൾ തെളിച്ചു, മഴ പെയ്യുമ്പോഴൊക്കെ. പണ്ട് ഇങ്ങനെ പച്ചക്കറി ഇങ്ങനെ വെച്ചെന്ന് പറഞ്ഞിട്ട് ഒരാൾ കയറി വന്നിട്ട് എന്ത് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യും. പ്രത്യേകിച്ച് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, മറ്റുള്ളവരുടെ പേഴ്സണൽ വിഷയങ്ങളിൽ എന്ത് ചെയ്യരുത്, കയറി കൈകടത്താൻ പോകരുത്. കാരണം ഞാൻ അങ്ങനെ ആരുടെയും പേഴ്സണലായിട്ടിരിക്കുന്ന ഒരു കാര്യത്തിലും കൈകടത്താറില്ല. കാരണം കഴിയുന്നത് എൻ്റെ കാര്യം നോക്കി ജീവിക്കുന്ന ഒരാളാണ്. പിന്നെ ഒരു ഉദാഹരണം, ഇത് അരിഞ്ഞുകൊണ്ട് വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നപ്പോൾ എന്ത് ചെയ്തു, ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ പേഴ്സണലായിട്ടിരിക്കുന്ന മാറ്റേഴ്സിൽ കയറി കൈകടത്താനോ അവരെ കുറ്റം പറയാനോ. അവർ ചിലപ്പോൾ വേറെ പള്ളിയിലോ ചർച്ചിലോ ഒക്കെ പോയ ആളുകളായിരിക്കും, എങ്ങനെയെങ്കിലൊക്കെ ആയിരിക്കും അവർ. പക്ഷെ എന്ത് ചെയ്യരുത്, അവരെ എന്ത് ചെയ്യരുത്, നമ്മൾ കുറ്റം പറയുന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവരെന്ത് ചെയ്യും, ചിലതിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, ഇതിപ്പോൾ താഴെ പോയി ഒരിക്കലും ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവർ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പല കാര്യങ്ങളും അവർക്ക് സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ടാവും. അതൊന്നും നമ്മൾ പോയിട്ട് എല്ലാവരും നന്നാക്കാൻ നിൽക്കരുത്. പക്ഷേ ഈ കുറ്റം പറയാനും വിധി എഴുതാനും വരുന്ന ആളുകൾ എന്താ പറയുക, ഇതിപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഞാനതങ്ങ് പറയാൻ നിൽക്കുക. അതായത് കുറ്റം പറയാനും വിധി എഴുതാൻ വരുന്ന ആളുകൾ ഏറ്റവും മഹാപോക്കാണ്. അല്ല കണ്ണ്, സ്വയം അവരുടെ കുറ്റങ്ങൾ ആദ്യം അതായത് അവരവരുടെ കുറ്റങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം, എന്നിട്ട് അതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ വേറെ ഒരാളുടെ നേരെ വിരൽ ചൂണ്ടി കുറ്റം പറയുമ്പോൾ നിങ്ങളുടെ ജീവിതം ഒന്ന് താരതമ്യം ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, കുറ്റം പറയാം. പ്രത്യേകിച്ച് ഈ പെന്തിക്കോസ്, ഈ ക്രിസ്ത്യൻസ് അങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കൂടുതൽ എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ പോകും. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ക്രിസ്ത്യൻസിൻ്റെ ഇടയിലൊക്കെ നടക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കുറച്ച് പൈസയും കുറച്ച് പ്രതാപവും ഒക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നത്, അവർ വലിയ തികഞ്ഞവരാണെന്നുള്ളൊരു തോന്നൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഇപ്പോൾ ഞാൻ പറയാം, മുസ്ലിം സമുദായത്തിലാണെങ്കിൽ അവർ 5 നേരം എന്ത് ചെയ്യും, 5 നിസ്കാരമാണോ, 5-10 നിസ്കാരം എന്നാണ് പറയുന്നത്. 5 നേരം അവർ നിസ്കരിക്കുന്ന ആളുകളാണ്. അത് ആ നിസ്കരിക്കുന്ന ആ സമയം തെറ്റാണ്ട് എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, നിസ്കരിക്കും. എവിടെയാണ് പറഞ്ഞു നിർത്തിയത്, മുസ്ലിം അവർ 5 നേരം എന്ത് ചെയ്യും, നിസ്കരിക്കും. ഈ 5 നേരം നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് അവർ എന്തെല്ലാം ജോലി ചെയ്താലും അവർ നല്ലവണ്ണം എന്ത് ചെയ്യും, കൈയും കാലും ശുദ്ധി ചെയ്ത് പ്രത്യേകിച്ചുള്ള നിസ്കാര വസ്ത്രങ്ങളിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, നിസ്കരിക്കുന്നത്. മുസ്ലിം ഇതല്ല.
പിന്നെ ക്രിസ്ത്യാനികളെന്ന് പറയുന്ന ആളുകൾ പകുതി ദിവസം ഞായറാഴ്ച എന്ത് ചെയ്യത്തില്ല, കുളിക്കത്തില്ല അവര്. അതെ അതെ പണ്ട് കാലം തൊട്ട് കണ്ണൻ അറിയാവോ? അതെ ആ എനിക്കറിയാം. പണ്ട് ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞില്ലേ വിൽസൺ എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എവരുടെയൊക്കെ വീടുകളിൽ പോകുന്ന സമയത്ത് ഇവർ ഞായറാഴ്ചയുടെ തലേ ദിവസം എന്ത് ചെയ്യും, നാളെ ഞായറാഴ്ചയാണല്ലോ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യും കുളിക്കും. തലേ ദിവസം എന്ത് ചെയ്യും കുളിക്കും. എന്നിട്ട് പിറ്റേ ദിവസം പല്ല് പോലും തേക്കാതെ എന്ത് ചെയ്യും എഴുന്നേറ്റ് പോകും. മനസ്സിലായില്ലേ? അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ശരിക്കും ക്രിസ്ത്യൻസിന്റെ ഇടയിൽ ഈസ്റ്റർ, ക്രിസ്മസ് എല്ലാ വിശേഷ ദിവസങ്ങളും വരും. ഞാൻ ആ ഒരു ഇതിൽ ഏറ്റവും കൂടുതൽ അവരെന്ത് ചെയ്യുന്നത് ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ എന്ന് പറഞ്ഞാൽ പോത്തിനെയാണ് അവരെന്ത് ചെയ്യുന്നത് കഴിക്കുന്നത്. പോത്തെന്ന് പറയുന്നതാണ് ബീഫ്. പോത്തിന് എരുമയും രണ്ട് കാണുമ്പോഴും അതാണ് ബീഫ് എന്ന് പറയുന്നത്. അപ്പം പോത്തെന്ന് പറയുന്ന ആണും എരുമ എന്ന് പറയുന്ന പെണ്ണുമാണ്. ഒക്കെ അങ്ങനത്തെ അതിനെയൊക്കെ അവർ കൊണ്ടെന്ത് ചെയ്യും ഈസ്റ്റർ ക്രിസ്മസ് ഒക്കെ വരും. പക്ഷേ ഇവരുടെ പള്ളികളിൽ വൃത്തിനെ കുറിച്ചും വെടുപ്പിനെ കുറിച്ചും എന്ത് ചെയ്യുന്നില്ല, പഠിപ്പിക്കുന്നില്ല. വൃത്തിയും വെടുപ്പിനെ കുറിച്ച് അവരെന്ത് ചെയ്യുന്നില്ല, പഠിപ്പിക്കുന്നില്ല. കാരണം അവരുടെ പള്ളിയിൽ പോകുന്നവർ പണ്ടൊക്കെ അപൂർവം ചില ആളുകൾ മാത്രം എന്ത് ചെയ്യും കുളിച്ചിട്ടൊക്കെ പള്ളിയിൽ പോകുന്നവരുണ്ട്. അപൂർവം മാത്രമേ ഉള്ളൂ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുളിക്കില്ല. ഇവരെന്ത് ചെയ്യുന്ന ചുമ്മാ എന്ത് ചെയ്യും ഒരുങ്ങി ഇവരെന്ത് ചെയ്യും ഞായറാഴ്ച പൗഡറൊക്കെ ഇട്ട് നല്ല സാരിയൊക്കെ കൊടുത്ത് ഇവരെന്ത് ചെയ്യും പള്ളിയിൽ ചെല്ലും. പക്ഷെ ഇവർ കുളിക്കത്തില്ല. ഇവർ കുളിച്ചിട്ട് പള്ളിയിൽ പോകില്ല. കുളിക്കുമായിരിക്കാം, പക്ഷെ ഈ പള്ളികളിലൊന്നും പോകുമ്പോൾ ഇവർ ചില ആളുകൾ കുളിക്കത്തില്ല. അപ്പം ഹിന്ദു ആചാരപ്രകാരം ജീവിക്കുന്ന ആളുകൾ എല്ലാവരും ഇല്ല, എന്നാലും അപൂർവം ബ്രാഹ്മിൻസ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആളുകൾ എന്ന് പറഞ്ഞാൽ രാവിലെ കുളിക്കുന്ന ഇപ്പം അമ്പലത്തിൽ ഇപ്പം പള്ളിയിലച്ചന്മാരാണെങ്കിലും രാവിലെ കുളിച്ചിട്ടാണ് കുർബാന ഇടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതെനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇതില്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ അതുകൊണ്ട് അത് വിട്ടു. പക്ഷേ ഹിന്ദു ആയിട്ടിരിക്കുന്ന പൂജാരിമാർ രാവിലെ എന്ത് ചെയ്യും, എല്ലാ ദിവസവും അവർ രാവിലെ കുളിക്കും. പിന്നെ അതുപോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ തീർത്ഥം പ്രസാദം ഒക്കെ തരുന്ന സമയത്ത് വേറുള്ള ആളുകളെ കൊണ്ട് അവരെന്ത് ചെയ്തില്ല, കൈ സ്പർശിക്കത്തില്ല. എന്ന് വെച്ചാൽ തൊടാൻ ഇങ്ങനെ തീർത്ഥമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസാദമൊക്കെ ഇങ്ങനെ ഇട്ട് തരികയാണ് ചെയ്യുന്നത് അവരെപ്പോഴും. പിന്നെ അവരൊരു ചായ കുടിച്ചാലും പിന്നെ എന്തെങ്കിലും ഇത് കഴിച്ചാൽ അല്ലെങ്കിൽ പ്രസാദത്തിൽ തൊട്ടാൽ പോലും പ്രസാദം കഴിച്ചാൽ പോലും അവർ വെള്ളം എന്ത് ചെയ്യും അപ്പോൾ മേത്ത് കുടഞ്ഞ് ശുദ്ധി ചെയ്യും. ഞാനും പല കാര്യങ്ങളും അങ്ങനെയാണ് ചെയ്തു വരുന്നത്. കാരണം ഞാൻ ഓരോന്നോരോന്നും പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് കാര്യങ്ങൾ. അപ്പോൾ ഞാനിപ്പോൾ ഇത് അരിഞ്ഞപ്പോൾ നിങ്ങളടുത്ത് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തതേ ഉള്ളൂ. അരിയൽ മാത്രമല്ല, ഞങ്ങൾ കുറച്ച് ദിവസം വ്രതമാണ്. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ പല കാര്യങ്ങളും നല്ല രീതിയിലാണ് എന്ത് ചെയ്യുന്നത്. ഞങ്ങളെ വീട്ടിൽ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ രണ്ട് നേരവും പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വന്നാലും ഞങ്ങൾ കുളിച്ചിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് അകത്തേക്ക് ഞങ്ങൾ പ്രവേശിക്കാറുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ലൈഫ്. അപ്പം ഞങ്ങൾ ഇന്ന് വെജിറ്റബിൾ ബിരിയാണിയാണ് എന്ത് ചെയ്യുന്നത്. ഞങ്ങൾ വ്രതമായിരുന്നു, 41 ദിവസത്തെ വ്രതമാണ്. ഇനി 17-ാം തീയതിയാണ് ഞങ്ങളെ വ്രതം എന്ത് ചെയ്യുന്നത് തീരുന്നത്. ഞങ്ങൾ 2 പേരും വ്രതമായിരുന്നു. വളരെ ശുദ്ധവൃത്തി തന്നെയാണ് ഞങ്ങൾ വ്രതം കൊണ്ടുപോയത്. ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ നിലയിലും ഞങ്ങൾ നല്ല ശുദ്ധവൃത്തി തന്നെയായിരുന്നു വ്രതം കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ക്യാരറ്റ് എന്ത് ചെയ്തു അരിഞ്ഞു. അപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത സാധനങ്ങളെന്ന് പറഞ്ഞാൽ 2 സവോള, 3 പച്ചമുളക്, ബീൻസ്, ക്യാരറ്റ് ഞാനിപ്പോൾ അരിഞ്ഞു. ഇനി ഞാൻ ഈ ഒരു സൈഡിൽ തന്നെ എല്ലാ പാത്രവും കൂടെ ഇപ്പം ഒന്നാമത് ഈ മഴ സമയമാണ്. അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ കിടന്ന് വെള്ളത്തിനകത്ത് ഇത്ര കളിക്കാൻ നിൽക്കാതെ ഞാൻ ഒരു പാത്രത്തിൽ തന്നെ എല്ലാ സൈഡിൽ എല്ലാം ഞാൻ അരിഞ്ഞ് വെക്കുമോ എന്ന് വെച്ചാൽ കൂടുതലെടുത്ത് ഇപ്പോൾ ഞാൻ ഒരു ട്രിപ്പ് കഴുകി വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇനിയും പാത്രം അധികം വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു സവോളയും കൂടെ ഈ ഇതിൻ്റെ സൈഡിലോട്ട് എന്ത് ചെയ്യാണ് ഞാൻ അരിയുക. 2 സവോള എടുത്തിട്ടുണ്ട്. 2 കറക്റ്റ് ചിലപ്പോൾ ഞാൻ 2 ഇടത്തില്ല, കുറച്ച് എടുത്തോളൂ, അധികം വേണ്ടല്ലോ. എന്ന് വെച്ചാൽ ചൂട് എന്ത് ചെയ്യണം കഴിക്കണം. കുറച്ച് വൈകിട്ടത്തേക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ചൂടോടെ കഴിച്ചാൽ ഒരു ശാന്തി കിട്ടും. അപ്പോൾ എനിക്ക് ഇച്ചിരി കുരുമുളകും എന്ത് ചെയ്യണം ഒഴിച്ചെടുക്കണം. പിന്നെ പനിയും ജലദോഷവും ഒക്കെ ഉള്ള സമയമാണ്.
കഴിയുന്നതും എന്ത് ചെയ്യുക, പാരസെറ്റമോളിൻ്റെ മരുന്നിൻ്റെ പുറകെ പോകാതെ ജലദോഷം ചെറിയ ചെറിയ ജലദോഷം വരുമ്പോൾ പനിക്കൂർക്കയിലയും തുളസി ഇലയും ചുക്കും കുരുമുളകും പിന്നെ കാപ്പിപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ചുക്ക് കാപ്പി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ്. തൊണ്ടയ്ക്കും ഒക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ആ പനിക്കൂർക്ക ഇലയും തുളസി ഇലയും പിന്നെ പനിക്കൂർക്ക ഇലയും തുളസി ഇലയും കൂടെ നല്ലോണം കഴുകി ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് എന്ത് ചെയ്യണം, കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് ചെറുതേനോ വൻതേനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ്. തൊണ്ടവേദനയ്ക്കും ശ്വാസം മുട്ടലിനോ ജലദോഷത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ 2 ടിപ്സ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശീലമാക്കും. മഴക്കാലമാണ്, ഞങ്ങൾക്കും ജലദോഷമായിരുന്നു. ഞങ്ങളിപ്പോൾ 2-3 നേരം എന്ത് ചെയ്ത് കണ്ണനൊക്കെ ജലദോഷമായിട്ടിരിക്കുക. 2-3 കണ്ണനിപ്പോൾ ഒരു 6-7 പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്. ഞാനത് ചൂടാക്കി എന്ത് ചെയ്യും എന്ന് വെച്ചാൽ, നമ്മൾ ഒരു പ്രാവശ്യം ചുക്കും ഇതെല്ലാം കൂടി ഇടിച്ചതിൻ്റെ ബാലൻസിൽ ഒരു 2-3 പ്രാവശ്യം അത് തിളപ്പിച്ച് എന്ത് ചെയ്യുക, എടുക്കാം. അപ്പോൾ കണ്ണനൊക്കെ ഇപ്പോൾ ഒരു 4-5 പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്. അല്ല, എനിക്ക് ആയുർവേദമാണ് ചെറുപ്പം മുതലേ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. അമ്മമ്മ ആയുർവേദം തരുന്നുണ്ട്. എനിക്ക് പനിയായാലും ജലദോഷമായാലും ചുമയായാലും തൊണ്ടയായാലും എന്താണെങ്കിലും എനിക്ക് കണ്ണന് പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കി കൊടുത്താലും അത് പെട്ടെന്ന് കണ്ണന് തല പൊന്താൻ പറ്റാണ്ട് വന്നാലും കണ്ണന് ഞാനത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കണ്ണന് പെട്ടെന്ന് ഉഷാറാവും കേട്ടോ. 2-3 പ്രാവശ്യം ചൂടെ അങ്ങോട്ട് എനിക്ക് ആയുർവേദം എൻ്റെ ശരീരത്തിൽ പിടിക്കുള്ളൂ. ഞാൻ ഇംഗ്ലീഷ് എനിക്കിത് ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിത് കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അതുകൊണ്ട് എനിക്ക് പനി വന്നു കഴിഞ്ഞാൽ ഞാനത് കുടിക്കൽ ഭയങ്കര കുറവാണ്. എനിക്കതാ ഇഷ്ടം, ചെറുപ്പം പോലെ ശീലമായില്ല. കാരണം എനിക്കൊക്കെ പണ്ട് ഇങ്ങനെ ഉണ്ടാക്കി തരുമ്പോൾ ഇത് കുടിക്കേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ നമുക്ക് അതിനോടൊരു പണ്ട് തൊട്ടേ ഒരു പക്ഷെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും എല്ലാവർക്കും. കുടിക്കാൻ കുറച്ച് പണിയാണ്. ഞാൻ പിന്നെ ഈ തുളസിയുടെയും പനിക്കൂർക്കയുടെയും നീരിടിച്ച് പിഴിഞ്ഞ് അങ്ങനെ കൊടുക്കും കേട്ടോ. അതെനിക്കിഷ്ടം. അത് ഞാൻ അങ്ങനെ ചെയ്യും. അത് കുടിക്കുമ്പോൾ നല്ലൊരു ഇതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുവെള്ളമൊക്കെ നിങ്ങൾ തിളപ്പിച്ച് കുടിക്കുന്ന ആളുകളാണെങ്കിൽ തുളസി ഇലയും പനിക്കൂർക്ക ഇലയും ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാനും നല്ലതാണ് കേട്ടോ. ചൂടുവെള്ളം അതും നല്ല, രണ്ടും നല്ലതാണ്, എല്ലാം നല്ലതാണ്. ഇതൊക്കെ ശ്രദ്ധിക്കുക. അപ്പം ഞങ്ങളുടെ വെജിറ്റബിൾ ബിരിയാണി അരിയൽ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 3 സെക്ഷൻ അരിഞ്ഞ് കഴിഞ്ഞു. ഇനി ഒന്നും കൂടെ എന്ത് ചെയ്യണം, ഞാൻ കയ്യിൽ വെള്ളമൊന്നും ഇട്ടിട്ടില്ല. ഇങ്ങനെ മുളക് ശ്രദ്ധിക്കുക. മുളകരിഞ്ഞ കൈ കൊണ്ട് മുഖം പിടിക്കാതിരിക്കുക. ചില ആളുകൾ തൊടും. അപ്പോൾ തൊടുന്നതാണ് കേട്ടോ. ഇപ്പൊ ബീൻസിന്റെ അരി തീരാറായി. ബീൻസ് അല്ല, ഏതെന്താ, ഈ ക്യാരറ്റും പിന്നെ സവോള പച്ചമുളക് ബീൻസിലേക്ക് കടക്കുകയാണ് ഞാൻ. അതല്ലേ പറഞ്ഞത്. കുഞ്ഞാക്ക് ഇത്ര വലുത് പാടില്ല, ചെറുത്. ആ, അതാണ് അതിന്റെ രുചി. നമ്മൾ ഇറ്റാലിയൻസ് കഴിക്കണ പോലെ കഴിക്കണം. അവരെപ്പോഴും വെജിറ്റേറിയൻ ഏറ്റവും കൂടുതൽ കഴിക്കും. പിന്നെ അവർക്ക് ഇഷ്ടം പച്ചമാങ്ങ ഇല്ലേ, പച്ചമാങ്ങ. നമ്മളെ പോലെ പച്ചമാങ്ങയും ഉപ്പും കൂടി മിക്സ് ചെയ്ത് കഴിക്കും. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഇങ്ങനെ പച്ചമാങ്ങ കഴിക്കാൻ കാരണം എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ നാവിൻ്റെ രുചി ഒരിക്കലും പുറത്തേക്ക്, അതായത് നമ്മളിൽ നിന്നും പോകരുത്. അതുകൊണ്ടിട്ട് നമ്മൾ പച്ചമാങ്ങ അല്ലെ പുളിയുള്ള ആവശ്യങ്ങൾ നമ്മൾ കഴിക്കണമെന്നാണ്. പുളി ഉണ്ടെങ്കിലേ രുചി വർദ്ധിക്കുള്ളൂ. മനസ്സിലായോ? അപ്പം അത് അവരത് ചെയ്യും. അപ്പം പച്ചമാങ്ങ രുചി വർദ്ധിക്കണമെങ്കിൽ പുളി കഴിക്കണമെന്നാണ് പറയണം, എന്നാലേ രുചി വർദ്ധിക്കുള്ളൂ. മനസ്സിലായോ? അപ്പം നമ്മൾ അവരെ കൂടി, ഞാൻ ഇത്രയും വർഷം അവരെ കൂടി ജീവിച്ചുകൊണ്ട് അവരുടെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാമല്ലോ. അതെ, എന്ന് വെച്ചാൽ ഞാൻ ജീവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്തിരുന്നു വെച്ചാൽ അവരെ കൂടി ആയിരുന്നു, ഒരു റിസോർട്ടിലായിരുന്നു. അപ്പം അങ്ങനെ, അല്ലാണ്ട് വേറെ ഇല്ല. പ്രേക്ഷകർ തെറ്റിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്താണ്, അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എന്താ പറയുക, ഈ ലോകത്തിൽ ഒരുപാട് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകളുണ്ട്. ക്രിസ്ത്യാനികളെന്ന് പറയുന്ന തന്നെ 2-3 വിഭാഗമുണ്ട്. അതായത്
റോമൻ കാത്തലിക്സ് ഉണ്ട്, യാക്കോബിറ്റ്സ് ഉണ്ട്, മർത്തോമയുണ്ട്, പെന്തിക്കോസ് ഉണ്ട്. പെന്തിക്കോസിൽ തന്നെ ഒരു 1500 വിഭാഗക്കാരുണ്ട്. അതായത് ചർച്ച് ഓഫ് ഗോഡ്, IPC, ഷാരോൺ, ഫിലോകാലിയ, അങ്ങനെ കുറേ എന്ത് ചെയ്യുന്നുണ്ട് ആളുകളുണ്ട്. ഫിലോകാലിയ എന്ന് പറയുന്നത് പെന്തിക്കോസ് ആണ്, എന്തെന്നുള്ളത് സ്വന്തമായിട്ട് തുടങ്ങിയിരിക്കുന്ന അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതിനകത്ത് കുറച്ച് പെണ്ണുങ്ങളുണ്ട്, ഈ പാസ്റ്റർമാരുടെ ഭാര്യമാരാണെങ്കിലും. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ആളുകൾ അസൂയയും കുശുമ്പും മറ്റുള്ളവർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെന്തക്കോസിലെ ആണെങ്കിലും ഇപ്പം ഞാനിപ്പം ബാങ്കിൽ നമുക്കൊരു പെൺകൊച്ചായിട്ട് പരിചയമുണ്ട്. അവൾ കഴിഞ്ഞ ദിവസമാണ് ഞാൻ പരിചയപ്പെട്ടപ്പോൾ അറിഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ ഭാര്യയാണ്. അപ്പം പള്ളിയിലച്ഛൻ്റെ ഭാര്യയാണ്. എന്നുവെച്ചാൽ ഈ കൊച്ച് ഞാൻ കണ്ട നിമിഷം തൊട്ട്, ഞാൻ പരിചയപ്പെട്ട് കണ്ട നിമിഷം തൊട്ട് ഈ കൊച്ച് എനിക്ക് ഭയങ്കര ഒരു ഉപകാരിയാണ് കേട്ടോ. ഉപകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ പണയം വയ്ക്കണ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ ഞങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി വയ്ക്കും. പക്ഷേ ഈ കുട്ടി വളരെ നല്ല രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, അവളെ പെരുമാറ്റം. കാരണം ഒരു സാഹചര്യത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ അടുത്താണ് കേട്ടോ, മറ്റുള്ളവരോട് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം നമുക്ക് ഈ കുട്ടി ഭയങ്കരമായിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ടി പല പ്രയാസങ്ങളായിട്ട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഇതിൻ്റെ ഒരു ബിഹേവിങ് നല്ല രീതിയിലായിരിക്കും. ചില സമയത്ത് അവൾ പെട്ടെന്ന് അത് കാര്യം മനസ്സിലാക്കി അവൾ എന്ത് ചെയ്തിട്ടുണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടീനെ. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ചേച്ചി ഞാൻ ഇവിടേക്ക് ട്രാൻസ്ഫറായി പോവുക, ഞാൻ നിർത്താൻ പോവുക, ഞാൻ ഇതിൽ മടുത്ത് ഞാൻ പോകാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് പള്ളിയിലച്ഛനാണ്, ഞങ്ങൾ അച്ഛനുമായിട്ടൊക്കെയാണ് ഞങ്ങളെല്ലാവരും താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചെല്ലുമ്പോൾ ഈ കുട്ടി നോമ്പെടുക്കും. നോമ്പ് കാലഘട്ടങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോമ്പെടുക്കും. നല്ല രീതിയിൽ നോമ്പും ഉപവാസം പിടിക്കലും ഒക്കെ ഉണ്ട് ആ കുട്ടിക്ക്. പക്ഷെ അവളെ മുഖത്ത് നോക്കിയാൽ നല്ല ഐശ്വര്യമുണ്ട്. ആളുകളോട് അവൾക്ക് നല്ലോണം ബിഹേവ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറയും. പിന്നെ ചില ആളുകൾ, ഇപ്പം ഇന്ന് ഞാനൊരു പെന്തിക്കോസ് ഫാമിലിനെ കണ്ടിട്ടാണ് വന്നത്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ ആളുകളാണെന്ന് അവരുടെ വിചാരം. പക്ഷെ അവരുടെ ജീവിതത്തിൻ്റെ ഉള്ളിലുള്ളതെല്ലാം ഒളിച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ ജീവിതങ്ങളെ കണ്ടിട്ട് എന്ത് ചെയ്യും, അത് വിലയിരുത്താനും അഭിപ്രായം പറയാനും കൂടെ നിൽക്കാനും തമ്മിൽ തല്ലിക്കാനും പറ്റും. മനസ്സിലായത്? അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ ചില പാസ്റ്റർമാരുടെ ഭാര്യമാരെന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും, നല്ല സ്വഭാവമായിരിക്കും അവർ. പക്ഷെ അവരെ സഭയിലുള്ള ആളുകൾ എന്ത് ചെയ്യും, അവരുടെ കുറ്റം കണ്ടുപിടിച്ച് അവരെ മാനസികമായിട്ട് വേദനിപ്പിക്കരുത്. അങ്ങനെയുള്ള അതിൻ്റെ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. നല്ലോണം പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകളുടെ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ആളുകൾ പോകും. ഈ പ്രാർത്ഥനയില്ല, ഭക്തിയില്ല, ഒന്നുമില്ല, പാസ്റ്റർമാരോട് ആരുടെയും മിണ്ടോ എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ സംശയിച്ചിട്ട് അവരുടെ പുറകെ നടക്കുക. അങ്ങനെയൊക്കെ എന്ത് പറഞ്ഞാലും അവരെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത്, വരുന്ന ആളുകളെ ഫോക്കസ് ചെയ്ത് വലിയ ഭക്തി അഭിനയിച്ച് നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. നമ്മുടെ മനുഷ്യർ പല ആളുകളുണ്ട്. അപ്പം ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ അടുത്ത് ഞാൻ എന്തിലാണ് തുടങ്ങിയത്, അരിയണ കാര്യം പറഞ്ഞു. ഞാനൊരു ദിവസം ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ താഴെ വർത്തമാനം പറഞ്ഞത് പ്രിസൈറ്റീവ് യൂസ് ചെയ്യുക, അങ്ങനെ എന്തോന്ന് നിലത്ത് വയ്ക്കുന്ന ഹൈജീനിക്ക് ഓർമ്മയില്ല, ഞാൻ മറന്നിട്ടൊന്നുമില്ല. ഹൈജീനിക്ക് അല്ലേ ഇന്ന് നിലത്ത് വെച്ചത്. ഞാൻ ഇവിടെ എപ്പോഴും 24 മണിക്കൂറും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ എപ്പോഴും തുടയ്ക്കുന്നു. ഇവിടെ ഒരു ഹൈജീനിക്കും ഇല്ല. എൻ്റെ വീട്ടിൽ എൻ്റെ പാത്രങ്ങളിലൊന്നും ഒരു ഹൈജീനിക്കും ഇല്ല. ഇപ്പോൾ ചില പിന്നെ മണ്ണിൽ ഉണ്ടാവുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കും. ചേന, കപ്പ ഒക്കെ നമ്മൾ മണ്ണിൽ നിന്ന് പറിച്ചെടുത്തിട്ടാണ് അത് കഴിക്കുന്നത്. ചിലരൊക്കെ കപ്പ കൊത്തി നോക്കിയാൽ പോലും അതിനകത്ത് ചിലപ്പോൾ മണ്ണിൻ്റെ അംശം എന്ത് ചെയ്യും, മണ്ണിൻ്റെ അംശം ചിലപ്പോൾ കാണും. അത് ഹൈജീനിക്കാണെന്ന് അങ്ങനെ പറയും. നമ്മൾ ചത്തു കഴിഞ്ഞാൽ മണ്ണിലോട്ടാണ് ഒഴിച്ചു വിടുന്നത്. അപ്പോൾ ഹൈജീനിക്കാന്ന് പറയാൻ പറ്റുമോ? അവിടെ വൃത്തിയില്ല, ഞാൻ ഇവിടെ കിടക്കത്തില്ല, ഞാൻ കുഴിയിലോട്ട് കിടക്കൂല, ഹൈജീനിക് ഇല്ലെന്ന് പറഞ്ഞാൽ അന്നേരം നിൽക്കുമോ? ഒന്ന് മനസ്സിലാക്കണം. എന്തെല്ലാം ഹൈജീനിക്ക് നോക്കിയാലും ഏതെല്ലാം രീതിയിൽ പോയി കഴിഞ്ഞാലും 6 അടി മണ്ണിനകത്ത് പോയിട്ട് എന്ത് ചെയ്യണം, 6 അടി മണ്ണിൽ അവർ പെട്ടി തരും. പെട്ടിക്കകത്ത് നീണ്ടു നോറുന്ന എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഒരുങ്ങി അവർ കൊണ്ടുവയ്ക്കുകയും ചെയ്യും. 2-3 ദിവസം കഴിഞ്ഞ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഹൈജീനിക്ക് അവിടെ പോയി. അതാണ് കാര്യം. ഇത്രയും പറഞ്ഞു വന്നപ്പോൾ എന്ത് ചെയ്ത്, ഇനിയിപ്പോൾ ഇത്രയും പറഞ്ഞു വന്ന കാര്യങ്ങളിനകത്ത് ഒരുപാട് പൊരുളുകളുണ്ട്. മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവും, മനസ്സിലാവേണ്ടാത്തവർക്ക് മനസ്സിലാവത്തില്ല. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു മറുപടി ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ ആരും പരിഭവം വിചാരിക്കരുത്. അതായത് എൻ്റെ ഒരു 17 വയസ്സ് തൊട്ട് എൻ്റെ ഇപ്പോൾ എനിക്ക് ഏകദേശം എൻ്റെ വയസ്സ് ഞാനിപ്പോൾ പറയുന്നില്ല, എന്നാൽ നിങ്ങൾക്കറിയാലോ ഏകദേശം എനിക്ക് എത്ര ഉണ്ടാവും.
അത്രയും വയസ്സിനോടിടയ്ക്ക് ഞാൻ ഇതിനൊന്നും മറുപടി കൊടുത്തിട്ടില്ല. ഞാൻ ഏകദേശം ഒതുങ്ങി മാറി എവിടെയെങ്കിലും പോയി ജീവിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇത്രത്തോളം കൊണ്ടെത്തിച്ചപ്പോൾ അവൾ വന്നിട്ട് എഴുതിയിരിക്കുകയാണ്, ഞാൻ എൻ്റെ അഭിനയം കൊള്ളാം. അപ്പോൾ അവൾക്ക് കുറച്ച് നേരത്തെ വന്ന് പറയത്തില്ലായിരുന്നു, ഞാൻ ഇതിലും കഷ്ടത്തിൽ കൂടെ ജീവിച്ചിട്ടുണ്ട്, ഇതിലും ബുദ്ധിമുട്ടിൽ കൂടെ ജീവിച്ചു വന്നു. അവിടെ നിന്നെല്ലാം ഞാൻ കരയേറി ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ ഇത്രത്തോളം ഇവിടെ എത്തി. ഒരു വിധത്തിൽ ഞാൻ കരയ്ക്ക് നീന്തി കിടന്ന് ഇവിടെ വന്ന് എത്തുമ്പോൾ അവൾ എൻ്റെ അടുത്ത് പറയുന്നു, അഭിനയം കൊള്ളാം. ഞാൻ പിന്നെ ഒക്കെ എന്ത് മറുപടി കൊടുക്കണം നിങ്ങൾ പറയണം. അതെന്താ പറയുക, കൊടുക്കാനുള്ളത് അപ്പം കൊടുക്കണം. നിങ്ങൾ ഒരാൾ ഞാൻ ഒരു കാര്യം പറയും, ബസ്സിലാണ് പോകണമെങ്കിൽ നിങ്ങൾ ഒരാൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് തോണ്ടി അവന് അപ്പം അടി കൊടുക്കണം, ചെവിക്കുറ്റിയൊക്കെ കൊടുക്കണം. പിന്നെ ആദ്യം അടി കൊടുക്കണം, പിന്നെ വരുന്നത് രണ്ടാമത്തെ കാര്യം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കേണ്ടവർക്കിട്ട് ആദ്യം എന്ത് ചെയ്യണം, കൊടുക്കണം. അത് നമ്മൾ എപ്പോഴും മറന്നു പോകരുത്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും നേരം കഥയും പറഞ്ഞു, ഇത്രയായിരുന്നു. അപ്പോൾ വെജിറ്റബിൾ ബിരിയാണിക്ക് വേറെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇടാം, പക്ഷെ ഞങ്ങളിപ്പം എന്ത് ചെയ്യുന്നില്ല, അതൊന്നും ഇടുന്നില്ല. ഈ 3-4 ഐറ്റംസ് ഇട്ടിട്ടുള്ളൂ. ഇനി വേറെ കുറച്ച് സാധനങ്ങളോട് അവിടെ ഉണ്ട്, അത് ഉണ്ടാക്കുന്നതനുസരിച്ച് ഞാനിടും. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നിർത്തുന്നു. അപ്പോൾ എന്ത് ചെയ്യാം, ബാക്കി വീഡിയോ തന്നെ ഇതിൽ കാണിച്ചു തരാം. കാരണം കട്ട് ചെയ്ത് നിർത്തുവാണോ? ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യും, ഇതവിടെ കൊണ്ടുവച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം, അരിയും കൂടെ കഴുകി വെച്ചിട്ട് എന്ത് ചെയ്യും, ഞാൻ പോയി കുളിക്കും. അപ്പോൾ എന്ത് ചെയ്യും, അരി കഴുകണമെന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇത് ബാക്കി ഇത് പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരു നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരും. നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്ത് ഇവിടെ നിർത്താൻ പോവാണ്. അപ്പോൾ സന്ധ്യയായി. ഇനി 2 ദിവസം കൂടെ ഉള്ളൂ രാമായണ മാസം വരെ. ഞാൻ ഇന്നാളി രാമായണത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തു. പിന്നെ അതിൻ്റെ ആ വീഡിയോ ചെയ്തതിൻ്റെ അടിയിലാണ് ഈ വേറെ ഒരു കമൻറ്റ് എഴുതിച്ചത്. കാരണം കമൻറ്റ് എഴുതിക്കോ, അതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല. കമൻറ്റ് എഴുതാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ ആളുകളെ തേച്ചൊട്ടിക്കാൻ വരുന്ന കമൻറ്റ് എന്ത് ചെയ്തത് ഇടരുത്. അതെനിക്ക് എല്ലാവരും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് നമ്മളെ പ്രോത്സാഹിപ്പിക്കണം. അപ്പം ഞാനൊരു കാര്യം പറയാം, ഒരു കൊച്ചു കുട്ടിയാണെങ്കിലും നല്ലോണം പാട്ട് പാടിയാലും ആ പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കും. ഒരു ഡാൻസ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കും. ഒരു വീട്ടമ്മയ്ക്ക് ഒരു കുക്ക് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കണം. അതൊരു കഴിവാണ്. എല്ലാവർക്കും പല രീതിയിലുള്ള കഴിവുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കഴിവുകൾ മറ്റുള്ളവരെ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിച്ച് ജീവിക്കാൻ ആദ്യം നമ്മൾ പഠിക്കും. മലയാളികൾക്ക് ഇല്ലാത്ത ഒരു ക്വാളിറ്റിയാണത്. ഒരു മനുഷ്യനെ മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് എണ്ണാൻ ആർക്കും എന്ത് ചെയ്യത്തില്ല, മലയാളികൾക്ക് പറ്റത്തില്ല. ഞാൻ ഒരുപാട് നാട്ടിലുള്ള ആളുകളായിട്ട് സഹകരിക്കാൻ പോയിട്ടുണ്ട്. അവിടെ ചെന്ന് നമ്മളൊരു മലയാളിയുടെ അടുത്ത് നമ്മളൊരു വഴി ചോദിച്ചാൽ പോലും അത് കറക്റ്റ് നമുക്ക് പറഞ്ഞു തരത്തില്ല. വേറെയുള്ള തമിഴ്നാട്ടിലോ അവിടെയൊക്കെ പോയിട്ട് നമ്മളൊരു വഴി ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ട് അവരെന്ത് ചെയ്യും, അവിടെ നിന്ന് ഇത്ര സമയമില്ലെങ്കിലും കൃത്യമായിട്ട് അവർ പറഞ്ഞു തരികയും ചെയ്യും. നമ്മളെ കൂടെ കുറച്ച് നേരം വരാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ കൂടെ വന്ന് കാണിച്ചു തരുന്നത്. അതാണ് വേറെയുള്ള ഈ കേരളവും മറ്റുള്ള ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ എന്നാൽ ഇപ്പം അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം മോശമായ പ്രവൃത്തികൾ കാണിക്കുന്നുമുണ്ട്. അതെന്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന നാട്ടുകാർ കാണിക്കുന്നത് കണ്ടിട്ടാണ് അവർ കാണിക്കുന്നത്.